വെൽക്കം ടു ടാർഗറ്റ് PSC. നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. അതിനു മുൻപ് ഞാൻ കുറച്ച് വാക്കുകൾ ചോദിക്കട്ടെ. അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കുക. ഗൗതമ ബുദ്ധൻ, സിദ്ധാർത്ഥൻ, ബുദ്ധമതം, ജൈനമതം, മഹാജനപദങ്ങൾ, അഷ്ടാംഗമാർഗം. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ് അല്ലേ? പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, പല ഡീറ്റെയിൽസും അറിയാം. ഇതിനൊക്കെ കുറച്ചും കൂടെ ആഴത്തിൽ നോക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ രസകരമായി തന്നെ നമുക്ക് വായിച്ചു നോക്കാം, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് മാത്രമേ വേണ്ടുള്ളൂ. പോയിൻറ്റ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഒന്ന് കടന്നു പോവാം അല്ലേ? അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നതാണ്. ഒന്നാമത്തെ ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററാണ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതിയത് ആരാന്നറിയോ? A.L. ബാഷാം എഴുതിയതാണ്. എന്താ ബുക്കിൻ്റെ പേര്? ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാം, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ A.L. ബാഷാം എഴുതിയതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഇതിലെന്താണ്. സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർത്തും അവശനായ ഒരു വൃദ്ധനെ കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് വിറയ്ക്കുന്ന ഒരു മനുഷ്യനെയും കാണുകയുണ്ടായി. അതു കഴിഞ്ഞപ്പോൾ വെള്ളത്തുണി പുതുപ്പിച്ച് ചൂടുകാട്ടിലേക്ക് വിലപിച്ചുകൊണ്ട് ആളുകൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന ഒരു ശവശരീരവും കണ്ടു. വേദനാജനകമായ ഈ കാഴ്ചകൾക്കു ശേഷം അദ്ദേഹം തെരുവിൽ ഭിക്ഷയെടുക്കുന്ന ഒരു സന്യാസിയെ കാണുകയുണ്ടായി. ഭൗതിക ദുഃഖങ്ങളൊന്നും ഇല്ലാതെ ശാന്തനായും സന്തോഷത്തോടെയും കാണപ്പെട്ട ഈ സന്യാസി സിദ്ധാർത്ഥനെ ആകർഷിച്ചു. അതാണ് ഇദ്ദേഹത്തെ ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമാണെന്ന് തീരുമാനത്തിലെത്തിച്ചത്. ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ എന്ത് വേണം? സന്യാസം സ്വീകരിക്കണം എന്നൊരാശയത്തിൽ ആരെത്തി? സിദ്ധാർത്ഥൻ എത്തി. ആരാണ് ഈ സിദ്ധാർത്ഥൻ? നമ്മുടെ ബുദ്ധൻ തന്നെയാണ് ഈ സിദ്ധാർത്ഥൻ. ഓക്കെ, അപ്പോൾ ബുദ്ധൻ തന്നെയാണ് ആര്? സിദ്ധാർത്ഥൻ. A.L. ബാഷാം എഴുതിയ കൃതിയാണ് ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. ഓക്കെ, ബുദ്ധൻ ജീവിച്ചിരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? BCE 6ാം നൂറ്റാണ്ടിലാണ്. അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. BCE 6ാം നൂറ്റാണ്ടിൽ ആണ് ആര് ജീവിച്ചിരുന്നത്? ബുദ്ധൻ ജീവിച്ചിരുന്നത്. രാജകുമാരനായി സമ്പന്നതയിലും സുഖലോലുപതയിലും ജീവിച്ചിട്ടും സന്തോഷം ലഭിക്കാതിരുന്ന സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ച് സന്യാസം സ്വീകരിച്ച സിദ്ധാർത്ഥൻ ജ്ഞാനോദയം നേടി പിൽക്കാലത്ത് ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. കണ്ടോ? അപ്പോൾ ആദ്യകാല നാമം എന്തായിരുന്നു? ആദ്യകാല നാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ബുദ്ധൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥൻ എന്നായിരുന്നു. പിന്നീട് സന്യാസം സ്വീകരിച്ചപ്പോൾ ബുദ്ധൻ്റെ പേര് എന്തായി മാറ്റി? ഗൗതമ ബുദ്ധൻ എന്നാക്കി മാറ്റി. ബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടം BCE 6ാം നൂറ്റാണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ അത്രയാണ് നോക്കാനുള്ളൂ. BCE 6ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു. കാരണം ഒരുപാട് ആശയങ്ങൾ പ്രചരിപ്പിച്ച പല മഹാവ്യക്തികളും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് BCE 6ാം നൂറ്റാണ്ട്. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പേരുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. BCE 6ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു. ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ. ഇന്ത്യയിൽ ആരൊക്കെയാണ്? വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ. ഓക്കെ, കണ്ടില്ലേ? പേരുകൾ കണ്ടില്ലേ? വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ. ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമായിരുന്നു ഇത്. അപ്പോൾ ഓരോരുത്തരും ഏത് രാജ്യത്തിലാണെന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് രണ്ടും നമുക്ക് അറിയാണ്ടാവും.
വർദ്ധമാന മഹാവീരൻ, ഗൗതമ ബുദ്ധൻ എന്നിവർ ജീവിച്ചിരുന്നത് ഏത് രാജ്യത്തായിരുന്നു? ഇന്ത്യയിൽ. ഇറാനിലെയാണ് ആര്? സരതുഷ്ട. സരതുഷ്ട ഏത് രാജ്യത്തായിരുന്നു? ഇറാൻ. ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫ്യൂഷ്യസ് ചൈനയിൽ. ഗ്രീസിൽ ഹെറാക്ലിറ്റസ്. ഓക്കെ, ഇന്ത്യയിൽ ആരൊക്കെയാണ്? മഹാവീരനും ഗൗതമ ബുദ്ധനും. ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ്. ആ പോയിന്റ്സ് മാത്രം വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് അത് മാത്രം എടുത്ത് നോക്കിയാൽ മതിയാവും. ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷ്യസ് എവിടെയായിരുന്നു? അപ്പോൾ നമുക്ക് ഓർമ്മ വരണം ചൈനയിൽ. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. കൺഫ്യൂഷ്യസ് ചൈനയിൽ, ഹെറാക്ലിറ്റസ് ഗ്രീസിൽ. ഓക്കെ, ചൈന എന്നുള്ളത് ഒരു കൺഫ്യൂഷനും വരരുത്. ചൈനയിൽ കൺഫ്യൂഷ്യസ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ലോകത്തിലാകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിലും മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്ര സംവിധാനങ്ങളും നിലവിൽ വന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഗംഗാതടത്തിലെ ആശയ വിപ്ലവം എന്നൊരു ടോപ്പിക്കാണ് അടുത്തത്. ഗംഗാതടത്തിൽ എന്ത് സംഭവിച്ചു? ഇതും BCE 6-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ BCE 6-ാം നൂറ്റാണ്ടിൽ ഗംഗാതടത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗമുണ്ടായി. കാർഷികോൽപാദനങ്ങളുടെ വർധനവുണ്ടായി. കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച സംഭവിച്ചു. എന്തൊക്കെയാണ് കൊടുത്തന്നെ? ഗംഗാതടത്തിൽ BCE 6-ാം നൂറ്റാണ്ടിൽ വന്ന മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച തുടങ്ങിയവ BCE 6-ാം നൂറ്റാണ്ടിൽ ഗംഗാതടത്തിലുണ്ടായി. അപ്പോൾ ഈ BCE 6-ാം നൂറ്റാണ്ടോടെ കൃഷിയും കന്നുകാലികളെയും ഒക്കെ ആശ്രയിച്ചിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ എവിടെ വന്നു? ഗംഗാതടത്തിൽ വന്നു. ഇത് യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ടതായിരുന്നില്ല. വേദകാല ആചാരം എന്തായിരുന്നു? യാഗങ്ങൾക്കും മൃഗബലിക്കും ഒക്കെ പ്രധാനം നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് BCE 6-ാം നൂറ്റാണ്ടിലെ എന്താണ്? കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. യാഗങ്ങളുടെ ഭാഗമായി കന്നുകാലികളെ വ്യാപകമായി ബലി കൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി എന്നാണ് പറയുന്നത്. എന്താണ്? വേദകാലത്ത് ഈ ജീവികളെ ബലി കൊടുത്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ബലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജീവികളൊന്നും ഇല്ല അല്ലേ? അപ്പോൾ അവയെ ആശ്രയിച്ചിട്ടുള്ള കൃഷി ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിലായപ്പോൾ വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരണയായി എന്നാണ് പറയുന്നത്. വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചതുർവർണ്ണത്തെക്കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു അല്ലേ? നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ചാതുർവർണ്ണ്യം പറഞ്ഞു. അതിൽ ഒരു വിഭാഗമാണ് എന്ത്? വൈശ്യർ അല്ലേ? വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു. വൈശ്യർക്ക് സമൂഹത്തിൽ അത്ര നല്ലൊരു സ്ഥാനം ഒന്നുമല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഒക്കെ ആയിരുന്നു അത്യാവശ്യം നല്ലൊരു സ്ഥാനം സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ വൈശ്യർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈശ്യർക്ക് വ്യാപാരങ്ങൾ ചെയ്തിട്ട് അവരുടെ ഭൗതിക സാഹചര്യം എല്ലാം ഇമ്പ്രൂവായി. അപ്പോൾ അവർക്ക് അതിനിണങ്ങുന്ന ഒരു സാമൂഹിക സ്ഥാനം വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാലത്ത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തും ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ധനാഢ്യരായ ഗഹപതികൾ. അത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ധനാഢ്യരായ ഗഹപതികൾ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ഉയർന്നു വന്ന വിഭാഗങ്ങളാണ് ഏത്? ഗഹപതികൾ. അവർ വളരെ ധനാഢ്യരായിരുന്നു. ഗഹപതികൾ.
അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ്, നമ്മൾ ന്യൂ ആയിട്ട് കാണുന്ന വേർഡ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഗഹപതികൾ. കച്ചവടം തൊഴിലാക്കിയ ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നു. അവരെന്താണ് തൊഴിലുണ്ടായിരുന്നത്? കച്ചവടമായിരുന്നു അവരുടെ തൊഴിൽ. അവർക്ക് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി. എപ്പോഴും നമുക്കറിയാലേ, കയ്യിൽ ക്യാഷ് ഉള്ളവനാണ് എപ്പോഴും സമൂഹത്തിൽ ആളുകൾ വില കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരും ഇതുപോലെ കച്ചവടം വഴി ഒരുപാട് സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ എത്തിയപ്പോൾ അവർക്ക് സാമൂഹികമായിട്ട് ഉന്നത സ്ഥാനം ലഭിച്ചു. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയധാരകൾ ഉയർന്നു വന്നത്. ഇത്തരം ആശയധാരകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഏത്? നമ്മൾ നോക്കാൻ പോകുന്ന ജൈന ബുദ്ധമത ദർശനങ്ങൾ. ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യർ, ഗഹവതികൾ തുടങ്ങിയവരുടെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചിരുന്നു. ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ആശയങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ജൈന ബുദ്ധമത ദർശനങ്ങൾ, വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്കപ്പോൾ ആദ്യം ജൈനമതത്തെക്കുറിച്ച് നോക്കാം. വർദ്ധമാന മഹാവീരൻ ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. എന്താണ്? വർദ്ധമാന മഹാവീരൻ എവിടെ ജനിച്ചു? ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിൽ ജനിച്ചു. ജൈനമത വിശ്വാസപ്രകാരം എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ? 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അപ്പോൾ ഇവിടെ ഒരുപാട് പോയിന്റ്സ് കിട്ടിയല്ലേ ഇവിടെ തന്നെ. എന്താണ്? ജൈനമതം. ജൈനമതം എന്ന ആശയം പ്രചരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരൻ എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? വർദ്ധമാന മഹാവീരൻ ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ? 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ക്ലിയർ അല്ലേ? വർദ്ധമാന മഹാവീരൻ ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിൽ ജനിച്ചു. ജൈനമത വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അപ്പോൾ ഒരു സംശയം വരാല്ലേ, എന്താണ് ഈ തീർത്ഥങ്കരൻ അല്ലേ? നോക്കാം, തീർത്ഥങ്കരൻ എന്താ എന്ന് നോക്കാം. ഇതാ നമുക്കിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. തീർത്ഥങ്കരന്മാർ. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് എന്തിൻ്റെ അർത്ഥം? തീർത്ഥങ്കരന്മാർ എന്നതിൻ്റെ അർത്ഥം. ഓക്കെ. തീർത്ഥങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം. ക്ലിയർ അല്ലേ? ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ എന്നാ നമ്മൾ പറഞ്ഞത്? 24ാമത്തെ. ആകെ എത്ര തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നത്? 24. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ഒടുവിലത്തെ തീർത്ഥങ്കരനാണ് ആര്? വർദ്ധമാന മഹാവീരൻ അല്ലേ? അപ്പോൾ അതിൻ്റെ മുന്നത്തെ ആരാണെന്ന് നോക്കിയാലോ? 23ാമത്തെ മഹാവീരൻ ആരാണ്? 23ാമത്തേത് അവിടെ കൊടുത്തിട്ടുണ്ട്, പാർശ്വനാഥൻ. പാർശ്വനാഥൻ. 1ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? ഋഷഭദേവൻ. നോക്കൂ, സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്ന അർത്ഥമാണ് എന്തിനുള്ളത്? തീർത്ഥങ്കരൻ എന്നതിൻ്റെ അർത്ഥം. മൊത്തം എത്ര തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു? 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. 1ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? ഋഷഭദേവനാണ് 1ാമത്തെ തീർത്ഥങ്കരൻ. ലാസ്റ്റ് ഒടുവിലുള്ള തീർത്ഥങ്കരൻ, അതായത് 24ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? വർദ്ധമാന മഹാവീരനാണ് 24ാമത്തെ തീർത്ഥങ്കരൻ. അതിന് തൊട്ട് മുൻപുള്ളത് 23ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്?
പാർശ്വനാഥൻ. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ഋഷഭദേവൻ, 23-ാമത്തെ പാർശ്വനാഥൻ, 24-ാമത്തെ വർദ്ധമാന മഹാവീരൻ. പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അതായത് തനിക്ക് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ആളുടെ ആശയങ്ങളോട് തൻ്റേതുകൂടെ ഉള്ള ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് കുറച്ച് പരിഷ്കരിച്ചിട്ടാണ് ആര് ആശയം പ്രചരിപ്പിച്ചത്? വർദ്ധമാന മഹാവീരൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇത്രയാണ് നോക്കാനുള്ളൂ. പിന്നെ ഇവിടെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് മധുരയിൽ നിന്ന് ലഭിച്ച തീർത്ഥങ്കരൻ്റെ പ്രതിമയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ വർദ്ധമാന മഹാവീരനെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എവിടെയാണ് വർദ്ധമാന മഹാവീരൻ ജനിച്ചത്? വൈശാലിയിൽ. എവിടെയാണ്? വൈശാലിയിൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെട്ടു. എന്തൊക്കെ അറിയപ്പെട്ടു? മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെട്ടു. അതുപോലെ പാറ്റ്നയ്ക്ക് സമീപം പാവ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചാണ് നിർവ്വാണം ചെയ്തത്. എവിടെയാണ്? പാറ്റ്നയ്ക്ക് സമീപമുള്ള പാവ എന്ന സ്ഥലത്ത് വെച്ചാണ് നിർവ്വാണം പ്രാപിച്ചത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ജൈനമത ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് ഇവിടെ ഒരു 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കൂ. ജൈനമത ആശയങ്ങൾ: ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ്? ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ആശയങ്ങൾ ഏതു മതത്തിൻ്റെതാണ്? ജൈനമത ആശയങ്ങളുടേതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇതിലേതൊക്കെയാണ് ജൈനമത ആശയങ്ങൾ എന്നൊക്കെ ചോദിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതല്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം ജൈനമത ആശയങ്ങളാണ്. ഓക്കെ, അടുത്തത് ത്രിരത്നങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. ത്രിരത്നങ്ങൾ ആരാണ് ഈ ത്രിരത്നങ്ങൾ മുന്നോട്ട് വെച്ചത്? നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർദ്ധമാന മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായിട്ട് 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. ആ 3 തത്വങ്ങളാണ് എന്തറിയപ്പെടുന്നത്? ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. ത്രിരത്നങ്ങൾ. അപ്പോൾ ആ ത്രിരത്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. എന്തെല്ലാമാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഈ 3 കാര്യങ്ങളെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ത്രിരത്നങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? യെസ്, വർദ്ധമാന മഹാവീരൻ. എന്താണ് ആ ത്രിരത്നങ്ങൾ? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഈ 3 ചേർന്നതാണ് എന്ത്? ത്രിരത്നങ്ങൾ. വിശ്വാസം, അറിവ്, പ്രവൃത്തി അല്ലേ? ശരിയായ വിശ്വാസം, അറിവ്, പ്രവൃത്തി 3 വേണം. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രാകൃത് ഭാഷകളിലാണ് മഹാവീരൻ തൻ്റെ ആശയങ്ങൾ പങ്കുവച്ചത്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് ഭാഷയിലാണ് എന്നുള്ളത്. പ്രാകൃത ഭാഷകളിലാണ് മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത്. ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. എന്താ പറയുന്നത്? 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണം. ആര്? സന്യാസിമാരും സന്യാസിനികളും. ആ 5 വ്രതങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നോക്കൂ. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക.
നമ്മളിത് ഏതൊക്കെ അനുസരിക്കുന്നവരാണോ? ഇത് ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ്? സന്യാസിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണം. നമ്മളൊരു സന്യാസിയായി തീരണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ജൈനമത പ്രകാരം പറയുന്നത്. നമ്മൾ സന്യാസിയല്ലെന്ന് നമുക്കിത് കേട്ടാൽ തന്നെ അറിയാം അല്ലേ? ഒന്നിനെയും കൊല്ലരുത്, നമ്മൾ കൊല്ലാറില്ലേ? മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്താൽ ജൈനമതപ്രകാരം സന്യാസിയാകും, അല്ലെങ്കിൽ സന്യാസിനികൾ ആവും. അവരിതെല്ലാം അനുഷ്ഠിച്ചിരിക്കണം, 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മഹാവീരൻ പറഞ്ഞിട്ടുള്ള ത്രിരത്നങ്ങൾ എന്താന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അത് കഴിഞ്ഞിട്ട് സന്യാസിയാവണമെങ്കിൽ അനുഷ്ഠിക്കേണ്ട 5 വ്രതങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഒരു പോയിന്റ് കൂടെ ഇവിടെ ഉണ്ട്. പിൽക്കാലത്ത് ജൈനമതം 2ആയിട്ട് സ്പ്ലിറ്റായി എന്ന് പറയുന്നുണ്ട്. കണ്ടോ? ഏതൊക്കെയാണ്? ശ്വേതംബരന്മാർ എന്നും ദിഗംബരന്മാർ എന്നും. എന്താണ്? ശ്വേതംബരന്മാർ എന്നും ദിഗംബരന്മാർ എന്നും 2 വിഭാഗങ്ങളായിട്ട് പിൽക്കാലത്ത് ജൈനമതം വേർപിരിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. ജൈനമതം ഊന്നൽ നൽകിയ അഹിംസ എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട്. അഹിംസ എന്ന ആ ഒരു ആശയം ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിൽ ജൈനമതത്തിൻ്റെ സ്വാധീനം എന്താണ് എന്നൊരു ചെറിയ ഒരു ബോക്സോട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. വയനാട് കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രം ഏതായിരുന്നു? വയനാട്. ക്ലിയർ അല്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രം വയനാട്. ജൈനമത ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും വയനാട്ടിലുണ്ട്. അതിൻ്റെ ഒരു ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വയനാട്ടിലെ ജൈനമത ക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ജൈനമതത്തെക്കുറിച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ചിട്ടും ഗൗതമ ബുദ്ധനെക്കുറിച്ചും എല്ലാമാണ് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ജൈനമതത്തെക്കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ജസ്റ്റ് പറയാം. നിങ്ങൾക്കൊന്ന് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന ഒരു ബുക്ക് എഴുതിയത് ആരാന്ന് പറഞ്ഞു? ആരായിരുന്നു? A.L. ഭാഷാം ആയിരുന്നു. ഗൗതമ ബുദ്ധനെ കുറിച്ചിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥൻ തന്നെയാണ് പിന്നീട് ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടത്. അവരുടെ പുതിയ ആശയങ്ങൾ, ഇനി നമ്മൾ പറഞ്ഞു പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന പല വ്യക്തികളെയും അവരുടെ രാജ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിൽ സരതുഷ്ട, കൺഫ്യൂഷ്യസ് എവിടെയായിരുന്നു? ചൈന അല്ലേ? ചൈന, കൺഫ്യൂഷൻ ആവരുത്. ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ്. ഓക്കെ. പിന്നെ നമ്മൾ ഗംഗാതടത്തിലെ ആശയവിപ്ലവം എന്നൊരു ടോപ്പിക്ക് പറഞ്ഞു. BCE 6-ാം നൂറ്റാണ്ടിലായിരുന്നു. ഇരുമ്പ്, കൃഷി, കച്ചവടം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകിയിരുന്നു. നഗരങ്ങളുടെ വളർച്ച സംഭവിച്ചു. വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയ വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ജൈന ബുദ്ധ ആശയങ്ങളെ പിന്തുണച്ചവരായിരുന്നു വൈശ്യരും ഗഹപതികളും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ജൈനമതം എന്നൊരു ടോപ്പിക്കിലേക്ക് പോയത്. ജൈനമതം എന്ന ആശയത്തിൻ്റെ പ്രചാരകൻ ആരായിരുന്നു? വർദ്ധമാന മഹാവീരനായിരുന്നു. വർദ്ധമാന മഹാവീരൻ ജിനൻ എന്നും അറിയപ്പെട്ടു. വൈശാലിക്ക് സമീപം കുന്തല ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതേപോലെ തന്നെ പാട്നയ്ക്ക് സമീപം പാവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ എന്ന് നമ്മൾ പറഞ്ഞു. 23ാമത് ആരായിരുന്നു? പാർശ്വനാഥനായിരുന്നു. 1ാമത്തെ തീർത്ഥങ്കരൻ ആരായിരുന്നു? ഋഷഭദേവനായിരുന്നു അല്ലേ? 1ാമത്തെ ഋഷഭദേവൻ, 23ാമത്തെ പാർശ്വനാഥൻ, 24ാമത് മഹാവീരൻ. ഈ 23ാമത്തെ
പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ ആശയങ്ങൾ കൂടെ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ത്രിരത്നങ്ങൾ എന്താന്ന് പറഞ്ഞു അല്ലേ? മഹാവീരൻ ത്രിരത്നങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു അത്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഈ 3 ത്രിരത്നങ്ങൾ. പ്രാകൃത ഭാഷയിലാണ് മഹാവീരൻ ഉപയോഗിച്ചത് അല്ലേ? പ്രാകൃത ഭാഷയാണ് മഹാവീരൻ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ 5 വ്രതങ്ങളുടെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കരുത്. അങ്ങനെ 5 കാര്യങ്ങളെ പറഞ്ഞു. പിന്നീട് ജൈനമതം 2ആയി വേർപിരിഞ്ഞു. ശ്വേതംബരന്മാർ എന്നും ദിഗംബരന്മാർ എന്നും 2ആയി വിഭജിച്ചു എന്ന് പറഞ്ഞു. കേരളത്തിലെ ജൈനമത കേന്ദ്രമാണ് ഇത്? വയനാട്. വയനാട്ടിലെ ജൈനമത കേന്ദ്രമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ജൈനമതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അടുത്തത് ബുദ്ധമതം, ഗൗതമ ബുദ്ധൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദുഃഖങ്ങളുടെ കാരണം തേടിയ ഗൗതമ ബുദ്ധൻ. ദിഗനികായയിൽ ശ്രീബുദ്ധൻ്റെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ 31-ാമത്തെ സൂക്തത്തിൽ ബുദ്ധമതത്തിൽ പുതുതായി ചേർന്ന യുവാവിനോട് ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബജീവിതത്തിൽ പുരുഷനും സ്ത്രീയും പരസ്പര ആദരവോടെ ജീവിക്കേണ്ടതും രണ്ടുപേരും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിക്കേണ്ടതുമുണ്ട്. ഇതുകൂടാതെ തൊഴിലുടമകൾ തങ്ങളുടെ സേവകരോടും തൊഴിലാളികളോടും മര്യാദയോടെ പെരുമാറണം. അവരുടെ ശാരീരിക ക്ഷമതയിലും കൂടുതൽ ഭാരമുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കരുത്. അവർക്ക് ആവശ്യമായ ആഹാരവും ന്യായമായ കൂലിയും നൽകണം. ശാരീരിക മാനസിക അവശതകളിൽ അവരെ സംരക്ഷിക്കണം. ഇനി തൊഴിലാളികളോ? തൊഴിലാളികളാവട്ടെ അവരുടെ ന്യായമായ വേതനത്തിൽ തൃപ്തരായി നന്നായി ജോലി ചെയ്യണം. തങ്ങളുടെ തൊഴിലുടമയ്ക്ക് അന്തസ്സ് നിലനിർത്തണം. ഇത്രയും കാര്യങ്ങൾ ഏത് കൃതിയിലാണ് പറയുന്നത്? ദിഘനികായ. ദിഘനികായയിൽ ശ്രീബുദ്ധൻ്റെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ 31-ാമത്തെ സൂക്തത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ഏതാണ് കൃതി? ദിഘനികായ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ദിഘനികായ. ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു. ഈ പോയിന്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും നോക്കുക. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയും അദ്ദേഹം നിരാകരിച്ചു. ഗംഗാധരത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആശയം. ഇവിടെയും എന്ത് പറയുന്നുണ്ട്? അഹിംസ എന്ന ആശയം മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ കൃഷിക്കായി നിലമൊരുക്കാനും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും കന്നുകാലികൾ ആവശ്യമായിരുന്നു. എന്നാൽ യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായി ബലി നൽകിയത് കൃഷിയെയും ചരക്കു നീക്കത്തെയും പ്രതികൂലമായി ബാധിച്ചു. യാഗങ്ങൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആകർഷിച്ചു. സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്ന പാലിയിലാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ജൈനമതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ജൈനമതത്തിൽ മഹാവീരനും എന്തായിരുന്നു? ഈ യാഗങ്ങൾക്കൊക്കെ എതിരായിരുന്നു അല്ലേ? അതേപോലെ ഇവിടെയും ബുദ്ധമതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബുദ്ധനും എന്തിനെതിരായിരുന്നു? യാഗങ്ങൾക്കെതിരെയും മൃഗങ്ങളെ ബലി നൽകണതിനൊക്കെ എതിരായിരുന്നു. അപ്പോൾ ഇത് ആർക്ക് അനുകൂലമായിരുന്നു? കർഷകർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? അപ്പോൾ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബുദ്ധനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ ലളിതമായിട്ടുള്ള തത്വങ്ങളായിരുന്നു ബുദ്ധൻ്റേത്. അഹിംസ എന്ന ആശയത്തിന് ഇമ്പോർട്ടൻസ് നൽകി. യാഗങ്ങൾക്കെതിരെയുള്ള നിലപാടായിരുന്നു, അതായത് മൃഗങ്ങളെ ബലി കൊടുക്കുക, അത്തരത്തിലുള്ള ആശയങ്ങളോടൊക്കെ എതിർപ്പായിരുന്നു. കർഷകർക്ക് വളരെ അനുകൂലമായിരുന്നു. പാലി ഭാഷയിലാണ്
ആര് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്? ബുദ്ധൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ജൈനമതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മഹാവീരൻ ഏതോ ഒരു ഭാഷയിലാണ് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? പ്രാകൃത്. ഏത് ഭാഷയായിരുന്നു? പ്രാകൃത് ഭാഷയിലായിരുന്നു ആര്? മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ബുദ്ധമതം പാലിയിൽ. ഓക്കെ, പാലിയിലാണ് ബുദ്ധൻ, പ്രാകൃതിലാണ് മഹാവീരൻ. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ അറിയാം ബുദ്ധനെ കുറിച്ചായിരിക്കും അല്ലേ? അപ്പോൾ ഒരാളുടെ ഓർത്താലും മതി. പാലി ആണ് ആരുടേത്? ബുദ്ധൻ്റെ പാലിയാണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റേത് കിട്ടിക്കോളും. ബുദ്ധൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതിനെ അടിസ്ഥാനമാക്കി ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെയാണ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്. മധുരയിൽ നിന്ന് ലഭിച്ച ബുദ്ധപ്രതിമ, ബുദ്ധൻ്റെ ഒരു പ്രതിമയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളധികം കണ്ടിട്ടുണ്ടാവുക ഈ ഒരു ഹെഡ് മാത്രം അല്ലേ, ഈ ഒരു തലഭാഗം മാത്രമുള്ള ഈ ഒരു പോർഷനാവും നമുക്ക് അധികവും കണ്ടിട്ടുണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ബുദ്ധപ്രതിമകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ്, മധുരയിൽ നിന്നും ലഭിച്ച ബുദ്ധപ്രതിമ. ഓക്കെ, ഇനി ബുദ്ധനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം കേട്ടോ. ക്ലിയർ ആവുന്നില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ബുദ്ധനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തത് നോക്കൂ. സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര്. ബുദ്ധൻ്റെ യഥാർത്ഥ നാമം എന്താണ്? സിദ്ധാർത്ഥൻ. നമുക്കറിയാം അല്ലേ? സിദ്ധാർത്ഥൻ എന്നാണ് ബുദ്ധൻ്റെ യഥാർത്ഥ നാമം. എവിടെയാണ് ജനിച്ചത്? നേപ്പാളിലെ കപിലവസ്തുവിലാണ് ജനിച്ചത്. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിൽ ജനിച്ചു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര്. ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. നേപ്പാളിലെ കപിലവസ്തുവിൽ ഉള്ള ലുംബിനിയിലാണ് ജനനം. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയമുണ്ടായി. ഇതെല്ലാം PSCക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എവിടെ വെച്ചാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത്? ബീഹാറിലെ ബുദ്ധഗയ. എവിടെയാണ്? ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച്. എവിടെ ജനിച്ചു? നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിൽ ജനിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ തരുമ്പോൾ ഇപ്പോൾ ചോദിക്കും എവിടെ വെച്ചാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത്? ബുദ്ധഗയ, ലുംബിനി, കപിലവസ്തു, ഇങ്ങനെ ബുദ്ധനുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഓപ്ഷനിൽ വരിക. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് ഉത്തരം കറക്റ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓർത്താൽ മതി. ബോധം ബുദ്ധഗയ ബോധം. ഓക്കെ, രണ്ടും അക്ഷരങ്ങൾ നല്ല സാമ്യമില്ലേ? ബോധം ലഭിച്ചത് ബുദ്ധഗയ, ബോധഗയ എന്നൊക്കെ ഓർത്താൽ മതി. ബോധം ലഭിച്ചത് ബോധഗയ, ബുദ്ധഗയ, അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബുദ്ധഗയയിൽ വെച്ചിട്ട് അതും ബീഹാർ, എല്ലാം ഭ ഉണ്ട് അല്ലേ? ബുദ്ധന് ബോധോദയം ലഭിച്ചത് ബീഹാറിലെ ബുദ്ധഗയ. ഓക്കെ, ഒക്കെ ബ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സാരനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി. എവിടെ വെച്ചാണ്? സാരനാഥിൽ വെച്ചാണ് ആദ്യ പ്രഭാഷണം നടത്തിയത്. കുശിനാരയിൽ വെച്ച്, അതായത് കുശിനഗരം കേട്ടോ, കുശിനഗരം അഥവാ കുശിനാരയിൽ വെച്ചാണ് നിർവ്വാണം പ്രാപിച്ചത്, മരിച്ചത്. ഓക്കെ, നിർവ്വാണം പ്രാപിച്ചത് കുശിനാര, അതായത് കുശിനഗരത്തിൽ വെച്ചാണ്. സാരനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയം നേടി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ബുദ്ധൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ജീവിതം ദുഃഖമയമാണ്. നമുക്കറിയാലേ അതൊക്കെ. നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം മനസ്സിലേക്ക് കയറി വരും അല്ലേ? അതുമാത്രമല്ല, നമുക്ക് ലൈഫ് ദുഃഖമയമാണ്. സന്തോഷങ്ങളുമുണ്ട്, പക്ഷെ നമുക്ക് പലപ്പോഴും ദുഃഖങ്ങളുണ്ടാവാറുണ്ട് അല്ലേ? ദുഃഖമില്ലാണ്ട് സന്തോഷമില്ല, സന്തോഷമില്ലാണ്ട് ദുഃഖമില്ല, രണ്ടുണ്ടാവും. ജീവിതം ദുഃഖമയമാണ് എന്നാണ് ബുദ്ധൻ്റെ തത്വങ്ങളിൽ ഒരാശയം. എന്താണ് ഈ ദുഃഖത്തിന് കാരണം? ആശയാണ് ദുഃഖത്തിന് കാരണം. ഈ ആശയെ നശിപ്പിച്ചാൽ ദുഃഖമില്ലാതാകും.
അതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം. ഇതാണ് ബുദ്ധൻ്റെ തത്വങ്ങൾ. ജീവിതം ദുഃഖമയമാണ്, ആശയാണ് അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് ലഭിക്കാതെ വരുമ്പോൾ ദുഃഖം ഉണ്ടാവുന്നത്. ആശയാണ് ദുഃഖത്തിന് കാരണം. നമ്മളിപ്പോൾ ഫസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ്, പക്ഷെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ, ദുഃഖം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ നമുക്ക് ദുഃഖം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ജീവിതം ദുഃഖമയമാണ്, നമ്മുടെ ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും. ഇതിന് അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലത്തെ ഒരു ജീവിതം പറ്റില്ല അല്ലേ. നമുക്കൊരു സന്യാസ ജീവിതമാണെങ്കിൽ മാത്രമാണ് ഈ ആശയങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അഷ്ടാംഗമാർഗം എന്താണ്, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഷ്ടാംഗമാർഗം എന്താണ്? അഷ്ടാംഗമാർഗം അഷ്ടം പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലേ. 8 കാര്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം. എന്തൊക്കെയാണ്? ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം. വീക്ഷണം, ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിതം, പരിശ്രമം, സ്മരണ, ധ്യാനം തുടങ്ങിയ 8 കാര്യങ്ങളാണ് അഷ്ടാംഗമാർഗം എന്ന് അറിയപ്പെടുന്നത്. അഷ്ടാംഗമാർഗം എന്നറിയപ്പെടുന്നത്. അഷ്ടാംഗമാർഗം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? മധ്യമാർഗം. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഷ്ടാംഗമാർഗം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? മധ്യമാർഗം എന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് മധ്യമാർഗം എന്നറിയപ്പെടുന്നത്? ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിന് ബുദ്ധൻ വിലക്കുന്നു. അതായത് വളരെയേറെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടി വളരെ കഠിനമായിട്ട് സന്യാസം സ്വീകരിക്കണേന് ആരും അനുകൂലിക്കുന്നില്ല, ബുദ്ധൻ അനുകൂലിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സന്യാസം വേണ്ട എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ നിരാകരിക്കുന്നു. ഒന്നുമില്ലാത്തൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയും വേണ്ട, എന്നാൽ ആർഭാടമായ ജീവിതവും വേണ്ട. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു മധ്യമാർഗത്തെയാണ് ആര് നിർദ്ദേശിക്കുന്നത്? ബുദ്ധൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മധ്യത്തിലുള്ള മാർഗത്തെ മധ്യമാർഗം എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് അഷ്ടാംഗമാർഗത്തെ എന്ത് വിളിക്കുന്നത്? മധ്യമാർഗം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ഒരുപാട് ആർഭാടം വേണ്ട, ഒന്നുമില്ലാത്ത അവസ്ഥയും വേണ്ട, ഇതിൻ്റെ ഇടയിലുള്ള മധ്യമാർഗം മതി. അതുകൊണ്ട് അഷ്ടാംഗമാർഗം മധ്യമാർഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ നോക്കാം എന്താണ് അഷ്ടാംഗമാർഗം എന്ന്. ശരിയായ വീക്ഷണം, ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിതം, പരിശ്രമം, സ്മരണ, ധ്യാനം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് സ്തൂപങ്ങൾ. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് എന്ത്? സ്തൂപങ്ങൾ. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. സ്തൂപങ്ങൾ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഷേപ്പ്? അർദ്ധവൃത്താകൃതിയിലാണ് സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. കൊത്തുപണികളാൽ സമ്പന്നമാണ് ഇവ. ഇനി പ്രധാനപ്പെട്ട സ്തൂപങ്ങളുള്ള സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാഞ്ചി, സാരനാഥ്. ഇതൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സാഞ്ചിയിലെ സ്തൂപം, സാരനാഥിലെ സ്തൂപം ഒക്കെ പ്രധാനപ്പെട്ട ബുദ്ധമത സ്തൂപങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. എന്താണ്? സംഘങ്ങൾ. സന്യാസിമാരുടെ സംഘങ്ങൾ ബുദ്ധമത പ്രചാരണത്തിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ഭിക്ഷുണികൾ. പുരുഷന്മാരോ? ഭിക്ഷുക്കൾ. ഭിക്ഷുക്കൾ. ഓക്കെ, അപ്പോൾ ബുദ്ധമത പ്രചരണത്തിനായിട്ട് സന്യാസിമാരുടെ സംഘങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ജാതി ലിംഗ പരിഗണനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന ജാതിക്കാർക്കേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന സെക്സ് അല്ലേ, സ്ത്രീകൾക്കേ പറ്റൂ, അല്ലെങ്കിൽ പുരുഷന്മാർക്കേ പറ്റൂ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം അല്ലേ? സന്യാസിമാരുടെ സംഘത്തിൽ ആർക്ക് വേണമെങ്കിലും അംഗമാകാം. അതിൽ സ്ത്രീകളെ എന്തറിയപ്പെട്ടിരുന്നു? ഭിക്ഷുണികളെന്നും പുരുഷന്മാരെ ഭിക്ഷുക്കൾ എന്നും അറിയപ്പെട്ടിരുന്നു.
ഓക്കെ, അവർ തീരുമാനം എടുത്തിരുന്നത് എങ്ങനെയാണ്? ചർച്ചകൾ നടത്തിയിട്ടും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയും ഒക്കെയാണ് സംഘങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് അല്ലേ? ഒരു ജനാധിപത്യ രീതിയാണ് അല്ലേ? ഓക്കെ. നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ അവ ഒന്നാവുകയും അവരുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നത് പോലെ ഒരാൾ ബുദ്ധസന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും എല്ലാം മറക്കുന്നു എന്നാണ് സന്യാസി സംഘത്തെപ്പറ്റി ബുദ്ധൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇത് ആര് പറഞ്ഞതാണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്തതാണെന്ന് ചോദിച്ച് നമുക്ക് അറിയണം. നദികൾക്ക് പല പേരുണ്ടാവും അല്ലേ? പക്ഷേ ഈ നദികളെല്ലാം ഒഴുകിയിട്ട് എവിടെ എത്തുന്നു? സമുദ്രത്തിലെത്തുന്നു. സമുദ്രത്തിലെത്തിയ പിന്നെ അതിന് പേരുണ്ടോ? ഇല്ല. പിന്നെ അത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അല്ലേ? സമുദ്രത്തിലെത്തിയ പിന്നെ അതിന് വേറെ വേറെ നാമങ്ങളൊന്നുമില്ല. അപ്പോൾ അതേപോലെയാണ് എന്ത് ഈ ഒരു സന്യാസി സംഘം. സന്യാസി സംഘത്തിൽ എത്തുന്നത് വരെയാണ് ഒരു വ്യക്തിക്ക് അവരുടെ ഇന്ന ജാതി അല്ലെങ്കിൽ ഇന്ന പേരൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവർ ഈ സന്യാസി സംഘത്തിൽ എത്തിയ പിന്നെ അവരാരാണ്? അവർ സന്യാസിയാണ്. അവർക്ക് പ്രത്യേക ജാതിയോ മതമോ ഒന്നും പിന്നീട് ഇല്ല. ഓക്കെ. പിൽക്കാലത്ത് ബുദ്ധമതം മഹായാനം ഹീനയാനം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ബുദ്ധമതം പിന്നീട് 2 ബ്രാഞ്ചായിട്ട് മാറി. ഏതൊക്കെയാണ്? മഹായാനം ആൻഡ് ഹീനയാനം. മഹായാനം ഹീനയാനം എന്നിങ്ങനെ രണ്ടായിട്ട് മാറുണ്ടായി. മഹായാനക്കാർ ആരെയാണ് ആരാധിച്ചത്? ബുദ്ധനെയാണ്. ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചതായിരുന്നു മഹായാനക്കാർ. ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബുദ്ധസംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി എന്നും പറയുന്നു. ഓക്കെ. അപ്പോൾ ബുദ്ധമതം രണ്ടായി പിരിഞ്ഞു. നമ്മൾ നേരത്തെ ജൈനമതം പഠിച്ചപ്പോൾ ജൈനമതം രണ്ടായിട്ട് സ്പ്ലിറ്റായി എന്ന് പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നു? ജൈനമതം ശ്വേതംബരന്മാർ എന്നും ദിഗംബരന്മാർ എന്നും സ്പ്ലിറ്റായി. എന്താണ്? ജൈനമതം ശ്വേതംബരന്മാർ എന്നും ദിഗംബരന്മാർ എന്നും സ്പ്ലിറ്റായി. ബുദ്ധമതം എന്തായിട്ട് സ്പ്ലിറ്റായത്? മഹായാനം ഹീനയാനം. മഹായാനത്തിൽ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ. ലോകം ഇന്ത്യയെ അറിയുന്നു. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയുന്നത് ബുദ്ധമതത്തിലൂടെയാണ്. ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ ബുദ്ധമതം പ്രചരിച്ചു. ഓക്കെ, ആ സ്ഥലങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയുന്നത് ഇവിടുത്തെ ബുദ്ധമതത്തിലൂടെയാണ്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് നോക്കൂ? ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബുദ്ധമതം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് നോക്കുക. കേരളവും ബുദ്ധമതവും. ബുദ്ധവിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതിയായ മേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു അടയാളമാണ് അല്ലേ ഇത്? പുരാതന തമിഴ് കൃതിയായ മണിമേഖലയിലെ നായികയായിട്ടുള്ള മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായി പറയുന്നുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധപ്രതിമകളും മറ്റ് ചില ശേഷിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ചില വാക്കുകളും സ്ഥലനാമങ്ങളും ഒക്കെ തന്നെ ബുദ്ധമതത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? സാഞ്ചി, സാരനാഥ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധമത സ്തൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാരനാഥ് സ്തൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സാരനാഥ് സ്തൂപം എവിടെയാണുള്ളത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ സാരനാഥ് സ്തൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ച് പറഞ്ഞത്. അടുത്തത് ഭൗതികവാദം എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ജൈനമതം, ബുദ്ധമതം എന്നീ 2 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭൗതികവാദം തൊട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ജൈനമതവും ബുദ്ധമതവും നല്ല ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക.
ഓക്കെ, വീഡിയോ നമ്മൾ റിപ്പീറ്റായി കണ്ടാൽ 1-2 തവണ കണ്ടാൽ തന്നെ ഇത് ക്ലിയർ ആവും അല്ലേ? അറിയാത്ത പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എല്ലാ വീഡിയോസും ഫോളോ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ.